ചിങ്ങ ഒന്ന് മാത്രമല്ല കേട്ടോ, എൻ്റെ പക്കാപ്പിറന്നാളും കൂടിയാണ്, രോഹിണി നാളാണ്. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മിനിഞ്ഞാന്നാണ് ഏട്ടായും പിള്ളേരൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയത്. അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ഇവരെ വിളിച്ചുകൊണ്ട് പോകൽ നടക്കില്ല. പിന്നെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് അങ്ങ് അമ്പലത്തിൽ കയറിയിട്ടങ്ങ് പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതു. ഗണപതി ഹോമൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞാൻ ഇറങ്ങിയിട്ട് നല്ല മഴയുണ്ടായിരുന്നു. ഭാഗത്തിന് എനിക്ക് മഴ കിട്ടിയില്ല, ഇറങ്ങിയപ്പോഴും മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയപ്പോഴാണ് പിന്നെ അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ എഴുന്നേറ്റ് പറ്റി ലേറ്റായിപ്പോയി. പിന്നെ കുളിച്ചൊക്കെ ഇറങ്ങിയപ്പോഴേക്കും തെച്ചൂട്ടി എഴുന്നേക്കൊന്നൊക്കെ പേടിച്ച് ഞാൻ അധികം നേരം വീട്ടിൽ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാൻ ഓർത്തിട്ടാണ് ചെന്നത്. അങ്ങനെ വാങ്ങിച്ചിട്ട് ചെന്നു. ഞാൻ ഇവർ ഗണപതി ഹോമത്തിന് കുറച്ച് പ്രസാദം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല മധുരമാണല്ലോ. അപ്പോൾ നല്ലതായിട്ട് വിശന്നിരിക്കുമ്പോൾ കുറച്ച് മധുരം ചെല്ലുമ്പോൾ ആ ഒരു വിശപ്പിൻ്റെ ആശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ അത് കഴിച്ച് കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വിചാരിച്ചു. പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നില്ല ആകപ്പാടെ. പിന്നെ അത് ഞാൻ കഴിച്ച് ഞാൻ തന്നെ ഫുൾ അങ്ങ് തീർത്തു കേട്ടോ. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു പൂരി ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഈ ഒരു പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ബാക്ക് ടു വർക്കിലോട്ട് കയറി. സാധാരണ എപ്പോഴത്തെ പോലെ ഞായറാഴ്ച വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തിരി തിരക്ക് കുറവായിരുന്നു. ഒന്നാം തീയതി ഹോസ്പിറ്റലിലോട്ട് രാവിലെ വരണമെന്ന് ആൾക്കാർ വിചാരിച്ച് കാണൂല്ലേ. ഹലോ ഗൈസ്, രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ച് സീനുകൾ മാത്രം എടുത്തോളൂ. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വന്നിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണല്ലോ. പക്ഷേ വന്നിട്ട് നല്ല തലവേദനയായിപ്പോയി. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കിടന്നു. ഉറങ്ങാൻ പറ്റിയില്ല. ദിച്ചൂട്ടി അല്ലിക്കുഞ്ഞും ബഹളമായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ച് നേരം കിടന്നു. അപ്പം ഇപ്പം പെട്ടെന്ന് ഒരു വീഡിയോ വന്നു വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞില്ലായിരുന്നോ, നെച്ചൂട്ടിന് 1-2 വട്ടിട്ട് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് അത് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പം അന്ന് തന്നെ ആ വീഡിയോ അന്ന് തന്നെ അത്രയും ഡ്രസ്സ് ഫുള്ള് ബുക്ക്ഡായി. ഞാൻ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെച്ചു എല്ലാവരുടെയും. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടത് അയക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇനി വന്ന 2 ദിവസങ്ങളായിട്ട് ഞാനത് അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അഡ്രസ്സൊക്കെ ഒരു 5-6 പേരുടെ 3-4 പേരുടെ അഡ്രസ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അഡ്രസ്സിലോട്ട് തന്നെ ഒരു 2 ദിവസത്തിനകം അയക്കാം കേട്ടോ. ആ ഒരു അപ്ഡേറ്റ് പറയാനായിട്ട് വന്നത്. പിന്നെ എൻ്റെ കാര്യം വിട്ടുപോയായിരുന്നു. കൊറിയർ പാക്ക് ചെയ്യുന്ന ആ ഒരു കവറും കൂടെ വാങ്ങിക്കാനുണ്ട്. അതും കൂടെ സെറ്റാക്കി കഴിഞ്ഞ് ഞാൻ എന്തായാലും അയക്കാം കേട്ടോ. ഉടൻ തന്നെ അയക്കാം. അത്രേ ഉള്ളൂ. ബൈ.